ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ബീഫ് കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഏതായാലും ബീഫ് കറി ഇത് അടുപ്പത്ത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി വാടി വന്നതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ വറുത്തതും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നേരെ അതങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും തീയൊക്കെ അങ്ങോട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായപ്പോഴേക്കും നമ്മൾ നേരെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി അങ്ങോട്ട് റെഡിയാണ്. ഇനി നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്കായിട്ട് ബീഫ് കറിയും പരിപ്പ് മുളകിടിച്ചിട്ടതും കുറച്ച് കൊഞ്ച് പൊരിച്ചതും ഒരു പപ്പടം അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ